ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇതെന്താ സംഭവം എന്നറിയോ? ഇത് പിന്നെ പയ്യോളിക്കാരൊക്കെ ഉണ്ടാക്കുന്ന കട്ടിപ്പത്തിൽ അറിയും, പയ്യോളി കട്ടിപ്പത്തിൽ. അപ്പോൾ ഇതിലിങ്ങനെ തേങ്ങാപ്പാലൊക്കെ മുക്കിയാണ്ട് ആ കറിയൊക്കെ അതിലേക്ക് ബീഫിൻ്റെ കറിയോ ചിക്കൻ്റെ കറിയോ മീൻ കറി ഏത് കറിയാണെങ്കിലും കോമ്പിനേഷനാണ് ഇതിക്ക്. തേങ്ങാപ്പാൽ ഇങ്ങനെ അങ്ങോട്ട് മിക്സ് ആക്കിയാണ്ട് കഴിക്കുമ്പോൾ എന്താ ടേസ്റ്റ് എന്നറിയോ? അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കലെന്ന് വെച്ചാൽ ഇത് പച്ചരിയും ചോറ്റരിയും രണ്ടും കൂടെ പുഴുക്കലരി എന്നൊക്കെ പറയും അവിടെ. അപ്പോൾ ഓല് അത് പൊടിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ വെക്കും. ഓരോ വീട്ടിലും ഉണ്ടാവും ഇതേപോലെ. അവിടെയൊക്കെ പിന്നെ ഇതേപോലെ പൊടിപ്പിച്ചുകൊണ്ട് സ്റ്റോക്കാക്കി വെച്ചിട്ടുണ്ടാവും. അതേപോലെ പൊടിപ്പിച്ചൊരു പൊടിയാണിത്, നമ്മളെ പാക്കറ്റ് പൊടിയൊന്നുമല്ല. അതിങ്ങനെ കുഴച്ചെടുത്തുകൊണ്ട് പച്ചവെള്ളത്തിൽ കുഴച്ചെടുക്കുക. ഒരു ഇല എടുത്തിട്ട് അതിലിങ്ങനെ വെച്ചുകൊണ്ട് റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ പിന്നെ റൗണ്ട് ഷേപ്പിലാക്കി എടുക്കണത്. എൻ്റെ അമ്മക്ക് നല്ല അറിയാം, കാരണം എൻ്റെ അമ്മ പയ്യോളിക്കാരത്തിയാണ്. അപ്പോൾ ഉമ്മ നല്ല അടിപൊളിയായിട്ട് ചുടും. അതേപോലെ നല്ല ഷേപ്പാക്കി റൗണ്ട് ഷേപ്പാക്കിയാണ്ട് എടുക്കുക ഉണ്ടല്ലേ. എന്നിട്ട് പിന്നെ അതിൻ്റെ മേലെ ഒരിലം കൂടെ വെച്ചെടുക്കുക. ഒരു നമ്മളെ പിന്നെ ഇതിന് പ്രത്യേകമായിട്ടൊരു കല്ലൊക്കെ ഉണ്ട്, ഒരു ദോശക്കല്ല് എന്ന് പറയാൻ പറ്റില്ല. ഒരു കല്ലിൽ ഇത് ചുട്ടെടുക്കണം. ഇത് കുറേ നേരം വെച്ച് ചുട്ടെടുക്കുന്ന ഒരു സംഭവമാണ്. കുറേ നേരം എന്ന് വെച്ചാൽ നല്ല വേവണ്ടി, പെട്ടെന്നൊന്നും വേവില്ലത്. ഇതിങ്ങനെ കുറച്ച് നേരം വെച്ചുകൊണ്ട് മറിച്ചിട്ട് കൊടുത്ത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മറിച്ചിട്ട് കൊടുത്തുകൊണ്ടാണ് ഇത് വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ഉള്ളൊക്കെ വേവുള്ളൂ, കാരണം അത് കുറച്ച് കട്ടിയിലല്ലേ. അതേപോലത്തെ ഒരു കല്ലിൽ വെച്ചുകൊണ്ടാണിത് പിന്നെ പത്തിൽ കല്ല് അറിയൂലൊക്കെ അതിൽ ചുട്ടെടുക്കും. അപ്പോൾ എൻ്റെ അമ്മക്ക് ഇത് ചുട്ട് കണ്ട് നല്ല എക്സ്പീരിയൻസാണ്. അപ്പോൾ ഒന്നും പിന്നെ അത് അറിയേയില്ല ഉണ്ടോ. പിന്നെ വേവണതിനനുസരിച്ച് ആ ഇല മാറ്റി കൊടുക്കുക. എന്നിട്ട് പിന്നെ ഇതേപോലെ കല്ലൊക്കെ തുടച്ച് പിന്നെയും അതിലേക്ക് തന്നെ വെച്ച് കൊടുത്തുകൊണ്ട് ഇതേപോലെ വേവിച്ചെടുക്കുക. കുറച്ച് നേരം വെച്ച് ഇങ്ങനെ വേവിച്ചെടുക്കുക. അപ്പോൾ കേട്ടോ, പിന്നെ ഇതിങ്ങനെ ചൂടാക്കി വേവിച്ച് എടുക്കുന്നതിനനുസരിച്ച് ഇതിങ്ങനെ പൊന്തി വരും. നന്നായിട്ട് പൊന്തി വരുമ്പോൾ അതിൻ്റെ ഉള്ളൊക്കെ വേവുമ്പോഴാണ് പൊന്തി വരിക. പിന്നെ ഇതിങ്ങനെ ഒരു കയ്യിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ സൈഡൊക്കെ വെന്ത് കിട്ടും. അപ്പോൾ കുറച്ച് പിന്നെ ക്ഷമ വേണം. പെട്ടെന്നൊന്നും നമ്മൾ സിമ്പിൾ പരിപാടിയൊന്നുമില്ല, കുറച്ച് ടൈം എടുക്കുന്ന പരിപാടി തന്നെയാണ്. പക്ഷേ നല്ല ടേസ്റ്റുള്ള സംഭവമാണ്. അപ്പോൾ അതിക്കിനി തേങ്ങാപ്പാൽ, ചിലർക്ക് തേങ്ങാപ്പാൽ ഇഷ്ടമുണ്ടാവില്ല, പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചുകൊണ്ട് കഴിക്കാനാണ് ഇഷ്ടം. അപ്പോൾ അതൊരു പ്ലേറ്റിലേക്ക് ആക്കിയാണ്ട് അതിൻ്റെ മേലെ കുറച്ച് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചു കൊടുത്ത് പിന്നെ അപ്പോൾ സൂപ്പറായിരിക്കും. തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് ഇങ്ങനെ വെക്കുമ്പോൾ അതിങ്ങനെ സ്പോഞ്ച് പോലെ ആകും അതിൻ്റെ തോലൊക്കെ. എന്നിട്ട് നമുക്ക് അതിൻ്റെ കൂടെ കുറേ ചുറ്റച്ച് നമ്മൾ അപ്പോൾ അതിൻ്റെ കൂടെ പിന്നെ ചിക്കനോ ബീഫോ നല്ല കോമ്പിനേഷനാണ്, സൂപ്പർ ടേസ്റ്റായിരിക്കും. അപ്പം ഞാനിങ്ങനെയാണ് കഴിക്കൽ. ഓരോന്നും തേങ്ങാപ്പാലൊന്നും ഒഴിക്കാതെയാണ് കഴിക്കൽ. എനിക്കിങ്ങനെ ചിക്കൻ കറിയൊക്കെ ഒഴിച്ചുകൊണ്ട് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് കഴിക്കുമ്പോൾ എന്താ ടേസ്റ്റ് അറിയോ.